ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിയാലിറ്റി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഹണി ആണെങ്കിൽ പ്രഭാവതി അമ്മയുടെ മുന്നിൽ വന്ന് നിൽക്കുക. എൻ്റെ പേര് ഹണി എന്നൊക്കെ പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തി. ഹണിയോ, ഞാൻ വന്നപ്പോൾ ഇവിടെ അജയും അപർണയും മാത്രമേ കണ്ടുള്ളൂ എന്നും ഹണി പറഞ്ഞു. എന്നിട്ട് അവരെവിടെ പോയി? ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നപ്പോൾ അപർണയെ കണ്ടില്ല. അജയ് പുറത്ത് പോകുന്നു എന്ന് പറഞ്ഞിരുന്നു എന്നും ഹണി ഇങ്ങനെ പറയുക. ഞാനൊരു ടീ ഉണ്ടാക്കി കുടിക്കാൻ പോവുമായിരുന്നു. ഡ്രസ്സ് ചേഞ്ച് ചെയ്തെന്നോ? ആ അതെ അമ്മേ, ഞാൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഹണി പറയാം. മുകളിലെ റൂമാണ് എനിക്ക് തന്നതെന്നും പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പ്രഭാവതി അന്നേരം പറഞ്ഞു. നീ ആരാ, ഏതാന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ അജയുടെ ഫ്രണ്ടാണെന്നും അജയുമായി ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഞാൻ വന്നതാ. ഹോട്ടലിൽ താമസിക്കേണ്ട, വീട്ടിൽ താമസിക്കാമെന്നും പറഞ്ഞ് അജയ് എന്നെ കൊണ്ട് ക്ഷണിച്ചത്. ഞാനും കരുതി അത് തന്നെയാണ് നല്ലതെന്ന്. അജയുടെ ഫാമിലി ഒന്ന് പരിചയപ്പെട്ടൊക്കെ ഇരിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പം അജയ് ഇങ്ങനെ ഒരാൾ വരുന്നതിനെ പറ്റിയൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല, ഞാൻ കരുതി നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമെന്ന്. ചിലപ്പോൾ അമ്മ കേട്ട് കാണില്ലായിരിക്കും എന്നും പറയും. അപ്പം നീ എവിടുന്നാ വരുന്നേ? അപ്പം ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നേ. ഞാൻ മലയാളി തന്നെയാണെന്നും പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ബിസിനസ്സൊക്കെ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടാണെന്നും അജയ് നിങ്ങളെപ്പറ്റിയെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുക. ഇത് കേട്ടിട്ടും ഒന്നും അങ്ങ് മനസ്സിലാകുന്നില്ല നമ്മുടെ പ്രഭാവതിക്ക്. അമലാണല്ലേ കമ്പനി CEO. അപ്പോൾ ഇവക്കെല്ലാം അറിയുകയും ചെയ്യാം. അമൃതയ്ക്ക് എന്നെ അറിയാവുന്നതാണെന്നും പറഞ്ഞു. അവളും അവളുടെ ഹസ്ബൻഡും ഇപ്പം ദുബായിലല്ലേ ഉള്ളതെന്നും ചോദിച്ചു. തലയായിട്ടുവാ. അച്ഛൻ്റെ മരണം അത് അജയ് അറിയിച്ചിരുന്നെന്നും അന്ന് ഞാനൊരു ഫോറിൻ ട്രിപ്പിലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഹണി പറയും കേട്ടോ. എല്ലാം അറിയാം, അതുകൊണ്ട് തിരിച്ചൊന്നും ചോദിക്കാനും പറ്റുന്നില്ല നമ്മുടെ പ്രഭാവതിക്ക്. ഏട്ടത്തെ ഹോസ്പിറ്റലാണെന്നുള്ള വിവരം ഇവിടെ വന്ന് അജയ് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അജയ് എന്താ ബിസിനസ് ചെയ്യുന്നു, പണം വേണമെന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നു എന്ന് പ്രഭാവതി പറയുമ്പം അത് ഞങ്ങൾ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണെന്നുള്ള കാര്യം ഹണി അന്നേരം അമ്മയോട് പറഞ്ഞു. നിന്റെ പേരെന്താന്നാ പറഞ്ഞേ? അപ്പോൾ ഹണി എന്നാണെന്ന് പറയുമ്പോൾ ഹണിയോ, അങ്ങനെ ഒരു പേര് ഇങ്ങനെ പ്രഭാവതി ഒരു തവണ ആലോചിക്കുക. ഇങ്ങനെ ആലോചിച്ച് പ്രഭാവതി അവിടെ നിന്ന് കയറിപ്പോയി. ഈ സമയത്ത് പൊന്നു അല്പം ചായ കുടിക്കുന്നു പറഞ്ഞു പൊന്നുവിന് ചായ കൊടുക്കുവാണ് ഹണിയ. പൊന്നു ഈ ചായ കുടിച്ചിട്ട് ആൻറ്റി ഉണ്ടാക്കിയ ചായയുടെ രുചി ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ പൊന്നുകുട്ടിയെ ചായ മേടിച്ച് കുടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ചായ എന്ന് പറഞ്ഞു. ആൻറ്റി ഇനി ഇവിടെ ഉണ്ടാവും കേട്ടോ, ചായയൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറയാം കൊച്ചിനോട്. ആൻറ്റി കുറേ ദിവസം ഇവിടെ കാണുമോ എന്ന് പൊന്നു ചോദിച്ചു. അന്നേരം ആൻറ്റി എപ്പോൾ പോകും എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല, ചിലപ്പോൾ ഉടനെ തന്നെ പോകും. ഞാൻ പോകുന്നത് വരെ ദേ പൊന്നു ആൻറ്റിയും നല്ല ഫ്രണ്ട്സ് ആയിരിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുക. മോള് കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ കൊച്ചിനെ ചായയൊക്കെ കുടിപ്പിച്ചിരുത്തുക. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രഭാവതിയും അതുപോലെ അപർണയും കൂടെ സംസാരിക്കുക. അപ്പോൾ അവളെ നേരിട്ട് കണ്ടിട്ട് അവൾ ആരാണെന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അറിയാമെങ്കിൽ നിന്നോട് വന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, മക്കളെ വളർത്തിയാൽ പോരാ, അവരെന്ത് ചെയ്യുന്നു എന്നുകൂടി അച്ഛനമ്മമാർ അറിഞ്ഞിരിക്കണമെന്നും അപർണ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുക പ്രഭാവതിയെ കിട്ടിയ അവസരത്തിൽ. ഹണി റോസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പം കാര്യങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലായല്ലോ. അവളുടെ പേരിലായിരുന്നു ശരണും അമൃതയും ഒരു കാലത്ത് തമ്മിലടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവളുടെ കക്ഷി അത് അജയ് ആയിരുന്നു. അവളുമായി ലിവിങ് ടുഗദറിലായിരുന്നു നിങ്ങളുടെ മോനെന്ന് പറയുമ്പോഴത്തേക്കും പ്രഭാവതി ഞെട്ടിപ്പോയി. പ്രഭാവതി അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക. ആ ഒരു സമയം ഒരിക്കൽ മൂന്നാറിലെ എസ്റ്റേറ്റ് വാങ്ങാനായിട്ട് അജയ് അയച്ച പ്രകാരം അവളിവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് പ്രഭാവതി അന്നത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്. അതിനുശേഷം അവളെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് പിന്നെ എങ്ങനെ കാണാനാ? ഭർത്താവിൻ്റെ മുഖത്ത് നോക്കാതെ കുറേ കാലം നിങ്ങൾ മുറിയടച്ചിരിക്കുകയായിരുന്നല്ലോ. വിവാഹത്തിന് മുൻപ് അജയ്ക്ക് അവളുമായിട്ടുള്ള ബന്ധം നിരഞ്ജന ഉൾപ്പെടെ പലർക്കും അറിയാവുന്നതാണെന്നും നിരഞ്ജന പിണങ്ങി അവളുടെ വീട്ടിലേക്ക് പോയതേ ഇവള് കാരണമാണെന്നുള്ള കാര്യം അപർണ പറയുക. നിങ്ങൾ മാത്രം ഒന്നും അറിയില്ല. അജയ് എന്ത് പറഞ്ഞ് അവളിവിടെ നിർത്തിയിട്ട് പോയിരിക്കുന്നത്? അപ്പം ഞാനെങ്ങനെയാ അതൊക്കെ അറിയാനാ? അവൾ കയറി താമസിക്കുന്നതേ അജയുടെ റൂമിലാ, അത് നിങ്ങൾക്കറിയാവോ എന്ന് ചോദിച്ചു. മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ മടിച്ച് അജയ്ക്ക് കൂടെ കഴിയാൻ പറ്റുമോ? എന്ത് ചെയ്യും? അജയ് മുങ്ങിയതാണെന്നുള്ള കാര്യം ഉറപ്പല്ലേ? അതൊക്കെ കേട്ടപ്പോൾ എൻ്റെ ദൈവമേ, അവൾ ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് ഇറക്കി വിടും? അവൾ വന്നതേ നിങ്ങളുടെ മോനെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാ, അല്ലാതെ ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ടല്ല. അതിനാണ് അവൾ അജയ്യെ വലിയൊരു കടക്കെണിയിൽ ആദ്യം തന്നെ കൊണ്ടുവന്ന് കുരുക്കിയിട്ടിരിക്കുന്നത്. രൂപ 10 50 ലക്ഷം രൂപയൊന്നും അല്ല, 25 കോടി രൂപയാണ് മകൻ്റെ കടബാധ്യത. ഇതൊക്കെ കേട്ട് അങ്ങനെ തല മറിച്ച് നിന്നുപോയി നമ്മുടെ പ്രഭാവതി. അയ്യോ എന്നും പറഞ്ഞു. അപ്പം ഇതൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കുന്ന പ്രഭാവതിയോട് അത് അവനിട്ട വിലയാണെന്നും
ഒരു പെണ്ണ് അത്രയും വലിയ തുക പുല്ല് പോലെ വലിച്ചെറിഞ്ഞ് അവൻ്റെ കടം തീർക്കണമെന്നുണ്ടെങ്കിൽ അവൾ അവനെ അത്രയ്ക്ക് മോഹിക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. മോൻ പിടിച്ചതേ വലിയ കൊമ്പിൽ തന്നെയാ, പക്ഷേ അവനിപ്പോൾ നിരഞ്ജനയെ മതി. അതാ പ്രശ്നം. അപ്പോൾ എങ്ങനെ ഞാൻ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടുമെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ അത് നിങ്ങൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമൊന്നും അല്ല എന്ന് പറഞ്ഞു അപർണ പ്രഭാവതിയോട്. അജയ്യെ അവളുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിലേ അവൾ പറഞ്ഞ തുക കൊടുത്തേ മതിയാവൂ. അത്രയും തുക അജയ് ഏതോ മാർവാടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതിന് രേഖയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അവളുടെ പണം വെച്ചുള്ള കളിയാണോ എന്നും സംശയമുണ്ട്. ഏതായാലും ആ കാശുണ്ടെങ്കിൽ അതങ്ങ് കൊടുക്കുക, ഇവളെ അങ്ങ് സെറ്റിൽ ചെയ്യാം. നിരഞ്ജന ഇങ്ങനെ ഒരുത്തൻ്റെ കൂടെ ജീവിക്കുമോ? ഒരിക്കലും ജീവിക്കില്ല. എന്തായാലും നിങ്ങളുടെ മകന് നിരഞ്ജനയെ നോക്കിയിരിക്കുന്നതിനേക്കാളും ഭേദം അവളുടെ കൂടെ പോകുന്നതാ. ജാനകി എനിക്ക് കൊണ്ടുതന്നത് ഇങ്ങനെയൊരുത്തനി ആയിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അപർണ എൻ്റെ തലയിൽ വന്ന് വീഴാതെ പോയത് കൊണ്ട് ഞാൻ എന്തായാലും രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അപർണ ഇങ്ങനെ അവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞങ്ങ് പോയി. ഈ സമയം എത്രയും പെട്ടെന്ന് വേറൊരു വക്കീലിനെ കണ്ടെത്താൻ അച്ഛനോട് പറയണമെന്ന് അവിടെ നിന്ന് അപർണ മനസ്സിൽ ചിന്തിക്കുക. ഇതേ സമയത്ത് ഹണി താഴെ ഇരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ പ്രഭാവതി ഹണിയുടെ അടുത്തേക്ക് ചെന്നു. നീ ആയിരുന്നല്ലേ ഹണി റോസ് എന്നും പറഞ്ഞു. ഹണി അന്നേരം അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റു കേട്ടോ. അത് ഞാൻ പറഞ്ഞതാണല്ലോ. പിന്നെന്താ വീണ്ടും ഒരു ചോദ്യം എന്ന് ഹണി ചോദിച്ചു. നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പ്രഭാവതി ഹണി റോസിനോട് പറഞ്ഞു. ഇത് മാനമര്യാദയായിട്ട് ജീവിച്ചു പോകുന്ന ഒരു കുടുംബമാണെന്നും പിന്നെ നീ പുരുഷന്മാരുടെ ചോര ഊറ്റി കുടിക്കുന്ന ഒരു യക്ഷിയാണെന്ന കാര്യമൊക്കെ പറയുമ്പം അമ്മ പറയുന്ന മാനവും മര്യാദയും അമ്മയുടെ മോനും ബാധകമായിട്ടുള്ള കാര്യമല്ലേ എന്ന് ഹണി റോസ് അന്നേരം ചോദിച്ചു. 4 വർഷമായി ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കാൻ തുടങ്ങിയിട്ടെന്ന് പറയുമ്പോഴേക്കും ഞെട്ടിപ്പോയി അമ്മ. മോനതൊന്നും അപ്പോൾ ഓർത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ പിന്നെന്തിനാടി അവൻ മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയപ്പോൾ നീ വന്ന് തടയാതിരുന്നത്? നിനക്ക് അവനെ പിടിച്ചു വെക്കായിരുന്നില്ലേ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ അജയ് വിവാഹം കഴിക്കണമെന്ന് ഞാനെന്തായാലും തീരുമാനിച്ചിരുന്നില്ല. ഇപ്പോഴത്തെ എൻ്റെ നിലപാടും അതുതന്നെയാണെന്നും ഹണി പറയും. അപ്പോഴേക്കും അപർണ ഇറങ്ങി വന്നു. എനിക്ക് ഭർത്താവായിട്ട് ഒരാളെ വേണ്ട. ഇതൊക്കെ എന്തൊരു ജന്മങ്ങളാണ് എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഹണി റോസ് പറയുവാണേ. വിവാഹം കഴിച്ചില്ലെങ്കിൽ ജീവിതം ആവില്ല എന്നുണ്ടോ? അജയ് വിവാഹം കഴിച്ചിട്ട് എന്തായി? ആ ബന്ധം ഫെയിലിയർ ആയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടിൽ നിന്നും പറഞ്ഞുകൊണ്ട് പ്രഭാവതി ഹണിയോട് പറയുമ്പോൾ ഹണി ഭയങ്കര തലയെടുപ്പോട് കൂടി ഇങ്ങനെ നിൽക്കുക. അപർണ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ ഈ ഹണിയെ. അപ്പോൾ ഹണിക്ക് മനസ്സിലായി ഇവളാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചിരിക്കുന്നതെന്ന്. ഇനിയും നീ ഇവിടെ നിന്നാൽ അടിച്ച് നിന്റെ ചെകിട് പൊട്ടിക്കുമെന്ന് പ്രഭാവതി കടന്ന് പോടിയെന്നും പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ എന്നും പറഞ്ഞ് അപ്പോഴും ഹണി ഒന്ന് ചിരിച്ചതേ ഉള്ളൂ. പറയുന്നതല്ലാതെ മുഖം നോക്കി ഒന്ന് കൊടുക്കാൻ അപർണ അന്നേരം പ്രഭാവതിയോട് പറഞ്ഞു കൊടുക്കുക. ഇത് കേട്ടപ്പോൾ ഹണിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഞാൻ വന്നത് വാങ്ങിയ പണം തിരിച്ചു വാങ്ങാനാണെന്നും അല്ലാതെ അടി വാങ്ങി പോവാനല്ല എന്നും ഹണി പറയുക. ഇത് കേട്ടപ്പോൾ അമ്മ ഒന്ന് ഒതുങ്ങി പൊടിക്കുക. കൊടുത്ത പണം തിരികെ കിട്ടാതെ വരുമ്പോഴേ നാട്ടിലെ പലിശക്കാർ ചെയ്യുന്നത് മാത്രമേ ഞാനും ചെയ്തിട്ടുള്ളൂ എന്ന കാര്യം ഹണി അന്നേരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പ്രഭാവതിക്ക് വീണ്ടും കലിപ്പ് മോട്. കടം വാങ്ങി അവൻ്റെ വീട്ടിൽ കയറി താമസം തുടങ്ങി. അതല്ലാതെ വേറൊന്നും ഇതിനെ കാണണ്ട. നിങ്ങളെൻ്റെ പണം അടയ്ക്കത്താ, ഞാൻ ഇവിടുന്ന് പോയിക്കോളാം, ഞാൻ പിന്നെ ഇവിടെ നിൽക്കില്ല എന്നൊക്കെ ഹണി ഇങ്ങനെ ഇവരോട് പറയും. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രഭാവതിക്ക് ആകെ തലവേദനയായി. നിങ്ങളുടെ മാനം കളയണമെന്നുള്ളൊരു ഉദ്ദേശമൊന്നും തൽക്കാലം എനിക്കില്ല, ഞാൻ അതിന് വന്നതുമല്ല. അപ്പം എന്ത് പണമാടി അവൻ നിനക്ക് തരാനുള്ളതെന്ന് അപർണ നേരം ചോദിച്ചു ഹണിയോട്. നീ നിന്റെ പണം അവന് കൊടുക്കുന്നതായി അങ്ങനൊരു നാടകം കളിച്ചു. ആ പണം അജയുടെയും ഇവളുടെയും ജോയിൻ്റ് അക്കൗണ്ടിൽ പോയിട്ടുണ്ടെന്ന് പറയുമ്പം ആയിക്കോട്ടെ, അജയ് ബിസിനസ്സിൽ പാർട്ട്ണറാണെന്നും 4 ഷെയറിൽ 1 മാത്രം അവകാശിയാണ് അവനെന്നും 3 ഷെയറും എൻ്റേതാണെന്നും പറഞ്ഞു കേട്ടോ. ബിസിനസ്സിൽ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് മടക്കിയെടുക്കാൻ എന്തായാലും പറ്റില്ല. ഇവള് നിസാരക്കാരിയല്ലെന്ന് പ്രഭാവതി അന്നേരം അവിടെ നിന്ന് പറഞ്ഞു. അപ്പോൾ ഹണി ഒന്ന് ചിരിച്ചു. അതാണ് സത്യമായിട്ടുള്ള കാര്യം. എന്നെപ്പറ്റി നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് ഹണി അന്നേരം പറയും. ഇതൊക്കെ കേട്ട് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. ഇവരുടെ മുന്നിൽ ഹണി തൻ്റെ കഴിവ് തെളിയിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉദ്ദേശം നടത്തി പോകുള്ളൂ നിങ്ങൾ കരുതിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഹണി ഇവരെയും വെല്ലുവിളിക്കാം. നിങ്ങൾ അജയെ വിളിച്ചു വരുത്ത്, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അജയ് കടന്നു കളഞ്ഞിരിക്കുകയാണെന്ന കാര്യവും പറഞ്ഞു. പിന്നെ ഞാൻ എങ്ങോട്ട് പോകാനാ? ഞാൻ എങ്ങോട്ട് പോകണം നിങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പോൾ അജയെ കൊണ്ടുപോകാനായിട്ട് ഇവള് വന്നിരിക്കുന്നത് എന്ന് അപർണ പറയുമ്പോൾ എന്ത് വന്നാലും നിന്നെപ്പോലെ എടുത്ത് ഞാനിവിടെ വാഴിക്കില്ല, നീ ഇവിടുന്ന് പോയേ പറ്റുള്ളൂ എന്ന് പ്രഭാവതി പറഞ്ഞു. അപ്പം ഞാൻ എപ്പോഴും പറയുന്നു എനിക്ക് പണം തിരികെ കിട്ടിയാൽ മതിയെന്ന്, ഞാൻ പോയിക്കോളാമെന്ന്, ഞാൻ പിന്നെ ഇവിടെ കടിച്ചു തൂങ്ങുകയൊന്നും ഇല്ല എന്ന്.
എന്നെ ഇറക്കി വിടാൻ നോക്കാതെ മക്കളെ വിളിച്ച് എന്നെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാൻ നോക്കാനായിട്ട് അമ്മയോട് പറഞ്ഞു കൊടുക്കുക. പെട്ടെന്നൊരു തീരുമാനം ആലോചിച്ച് നിങ്ങൾ എടുക്കാനും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു ഹണി അവിടെ നിന്ന് പോയി. അപ്പോഴത്തേക്ക് നീ അമലിനെ വിളിക്കാൻ പറഞ്ഞു പ്രഭാവതി. പോലീസ് എന്നെ വിളിക്കാമെന്നും പറഞ്ഞു. അപ്പോൾ പോലീസ് വന്ന് എന്ത് ചെയ്യാനാ? അജയുടെ ബിസിനസ് പാർട്ട്ണറെ അജയുടെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തെന്താ കൊണ്ടുപോകുമെന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്? അജയ് ഒളിവിൽ പോയിരിക്കാം. അമൽ വന്നിപ്പോൾ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു. പിന്നെ ദേ അവളെ തൊട്ടാലേ അമൽ വിവരം അറിയുമെന്നും അപർണ പറയുക. എൻ്റെ പൊന്നു ദൈവമേ, എന്തിനാ ഞാൻ ഇങ്ങോട്ട് വീണ്ടും വന്നതെന്ന് പ്രഭാവതി ചോദിക്കുക അമ്മ സ്വയം. ഇതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യാതെ അവിടെ തന്നെ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നിൽക്കാൻ ആരപേക്ഷിക്കുന്നു നിങ്ങളോട്? എന്തായാലും ഒരു മോൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമൊക്കെ ആയി. പ്രഭാവതി അമ്മ ആ മോനെ അങ്ങ് മറന്നേക്കാൻ പറഞ്ഞിട്ട് അപർണ അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞ് പിന്നെ പൊന്നു ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ പ്രഭാവതി പൊന്നുവിൻ്റെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ് ചെന്നു. അപ്പോൾ ദേ അച്ചമ്മ ഇങ്ങോട്ടേക്ക് വന്നത് മോള് തനിച്ചായി പോകുമല്ലോ എന്ന് കരുതിയിട്ടല്ലേ പൊന്നു മിണ്ടാതെയും ഭക്ഷണം കഴിക്കാതെ ഇരുന്ന അച്ചമ്മ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് പ്രഭാവതി ചോദിച്ചു. ഞാൻ തിരിച്ചു പോയിക്കോളാമെന്നും പറയുക. അച്ചമ്മ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോഴും കുഞ്ഞൊന്നും മിണ്ടാതിരിക്കുക കേട്ടോ. അപ്പോൾ പൊന്നുവിന് വിശക്കുന്നില്ല എന്ന് കൊച്ചു പറഞ്ഞു. രാവിലെയും പൊന്നു ഒന്നും കഴിച്ചതല്ലല്ലോ, നേരെ ഇത്രയായില്ലേ? അച്ചമ്മയെ വിഷമിപ്പിക്കാതെ എൻ്റെ പൊന്നുമോള് വന്ന് കഴിക്കാൻ പറഞ്ഞു. അപ്പോഴും കൊച്ചു വിശക്കുന്നില്ലെന്നും പറഞ്ഞ് അവിടെ ഇരിക്കുക കേട്ടോ. ഈ കുട്ടി ഇങ്ങനെയായി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് പ്രഭാവതി അവിടെ ഇരിക്കുന്നു. അപ്പോഴത്തേക്ക് അപർണ അങ്ങോട്ടേക്ക് വന്നു. വാ മോളെ, പൊന്നുമോള് വരാൻ പറഞ്ഞ് അച്ചമ്മ വിളിക്കാം. അപ്പം ഞാനൊന്നും കഴിക്കൂല എന്നും അച്ചമ്മ എന്നെ വിളിക്കണ്ടായിരുന്നു പൊന്നുകുട്ടി ഇങ്ങനെ പറയാം. പൊന്നുവിന് വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അപർണ അവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കര കലിപ്പിൽ നിൽക്കുക. അപ്പോഴാണ് ഹണി താഴേക്ക് ഇറങ്ങി വരുന്നത്. ഹണി ഇറങ്ങി വന്നപ്പോൾ ഇവർ രണ്ടുപേരും കൂടി കൊച്ചിനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയല്ലേ. ആ ഒരു സമയത്ത് പൊന്നു പിണങ്ങിയിരിക്കുകയാണോ എന്ന് ചോദിച്ചു. ഇനി ഇവളുടെ കുറവുകൂടി ഉള്ളൂ പറഞ്ഞ് അപർണ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. പൊന്നു ആൻറ്റിയോട് മിണ്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴും പൊന്നു ഒന്നും മിണ്ടാതിരിക്കുക കേട്ടോ. അപ്പോൾ പൊന്നു മോളൊന്ന് എഴുന്നേറ്റ് വന്നേ, നീ തളർന്ന് വീഴും പൊന്നു എന്ന് പറഞ്ഞു നമ്മുടെ പ്രഭാതി. അപ്പോൾ അച്ചമ്മ പറഞ്ഞത് പൊന്നു കേട്ടില്ലേ? നല്ല കുട്ടികൾ ഇങ്ങനെ പിണങ്ങി ഒന്നും ഇരിക്കില്ല, അവർ പറയുന്നതൊക്കെ കേൾക്കുമെന്നും പറഞ്ഞ് നമ്മുടെ ഹണി പറയുമ്പോൾ ഉപദേശിക്കാൻ വന്ന ആൾ കൊള്ളാവെന്നും പറഞ്ഞ് അപർണ ഇങ്ങനെ ഹണിയെ കളിയാക്കും. അപ്പോൾ പൊന്നു ചീത്തക്കുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ പൊന്നു ചീത്തക്കുട്ടിയൊന്നും അല്ല, പൊന്നുവിനെ പോലെ നല്ല കുട്ടി ആൻറ്റി ഒരിടത്തും കണ്ടിട്ടില്ല എന്ന് ഹണി പറയുക കേട്ടോ. അപർണ അന്നേരം ഇങ്ങനെ പുച്ഛഭാവത്തോടു കൂടി നോക്കുവാണ്. പൊന്നുവിൻ്റെ അമ്മയുടെ അസുഖമൊക്കെ കുറഞ്ഞു തുടങ്ങി, ഇനി പെട്ടെന്ന് സുഖമാവുമെന്നും കുറച്ച് ദിവസം കഴിഞ്ഞാൽ റൂമിലേക്ക് കൊണ്ടുവരും. ആ ഒരു സമയത്ത് പൊന്നുവിന് അമ്മയുടെ അരികിൽ റൂമിലിരിക്കാവല്ലോ എന്നും പറഞ്ഞു. അപ്പം ആൻറ്റിയോട് ഇതൊക്കെ ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ അവിടുത്തെ ഡോക്ടർ ആൻറ്റിയോട് പറഞ്ഞ് ആൻറ്റിക്ക് അറിയാവുന്ന ഒരാളാണ് അവിടുത്തെ ഡോക്ടർ എന്ന് ഹണി പറഞ്ഞു. പൊന്നുവിൻ്റെ അമ്മയെ ചികിത്സിക്കുന്ന ജെയിംസ് ഡോക്ടർ എന്ന് ഹണി പറയുക കേട്ടോ. ആ സമയത്ത് ആണോ എന്നും പറഞ്ഞു പൊന്നു ഇങ്ങനെ ഇരിക്കുന്നു. ആൻറ്റി പറയുന്നതിൽ എന്തെങ്കിലും കള്ളമുണ്ടെങ്കിൽ അമ്മയുടെ ഡോക്ടർ ആരാണെന്ന് മോൾ അച്ഛൻ വിളിക്കുമെന്ന് ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ ഹണി. സത്യ പൊന്നു, അമ്മ സുഖപ്പെട്ട് വരികയാണെന്നും അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് എഴുന്നേക്കാൻ പറ്റുമെന്ന് പൊന്നു ചോദിച്ചു. ആൻറ്റി കള്ളമല്ലേ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നു, ആൻറ്റിയുടെ ആവശ്യം കഴിഞ്ഞാൽ അപ്പോൾ ആൻറ്റി ഇവിടുന്ന് പോകും. മോളോട് കള്ളം പറഞ്ഞാൽ ആൻറ്റിയെ ദൈവം ശിക്ഷിക്കില്ലേ എന്ന് ഹണി ചോദിക്കുക. സത്യമായിട്ട് ആൻറ്റി പറയുന്നത് മോൾ വിശ്വസിക്കാൻ പറഞ്ഞു ഹണി ഇങ്ങനെ കൊച്ചിനെ സമാധാനിപ്പിക്കുമ്പോൾ പൊന്നുവിന് സന്തോഷമായി. പൊന്നു എഴുന്നേറ്റ് വാ, ആൻറ്റി പൊന്നുവിന് ഭക്ഷണം എടുത്ത് തരാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്ഛമ്മയുടെ നേരെ കൊച്ചു നോക്കുക. മോള് വാന്നും പറഞ്ഞ് ഹണി വിളിക്കും. മോള് വിശന്നിരുന്നാലേ അമ്മയുടെ മനസ്സവിടെ വിഷമിക്കും, അതറിയോ പൊന്നുവിന്? അറിയില്ല എന്നും പറഞ്ഞ് കൊച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അമ്മമാർ വയ്യാതെ കിടന്നാലും മക്കൾ വിശന്ന അമ്മ അറിയും. അപ്പോൾ പൊന്നുവിന് അമ്മയ്ക്ക് സങ്കടം കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു ഹണി. അപ്പം ഇല്ലയെന്ന് പറഞ്ഞു കൊച്ചിങ്ങനെ തലയാട്ടോ. ഇതൊക്കെ കേട്ട് പ്രഭാവതി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. മക്കൾ സന്തോഷത്തോടെ ഇരിക്കാനാണ് ഏതൊരാപത്തിലും അമ്മ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. എനിക്ക് വിശക്കാഞ്ഞിട്ട് ആൻറ്റി എന്ന് പറയുമ്പോൾ മോൾ വന്ന് ഭക്ഷണം കഴിച്ചാൽ അത് അമ്മ എവിടെ അറിയും. അപ്പോൾ അമ്മയുടെ മുഖത്ത് അതിൻ്റെ സന്തോഷം തെളിയുമെന്നും പറഞ്ഞു. അത് കേട്ട് പൊന്നു ശരിയെന്നും പറഞ്ഞു. അങ്ങനെ ഹണിയുടെ കൂടെ കുഞ്ഞ് ഭക്ഷണം കഴിക്കാൻ എഴുന്നേറ്റ് പോയി. ഇതൊക്കെ കേട്ട് ചളിയാണെന്നും പറഞ്ഞ് നിൽക്കുക കേട്ടോ അപർണ. പൊന്നു അമ്മയെ സ്വപ്നം കാണും ആൻറ്റി എന്നൊക്കെ പറയുമ്പം അതുപോലെ അവിടെ കിടക്കുമ്പോൾ അമ്മയും പൊന്നുവിനെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ആണോ? മോളെന്തെങ്കിലും കഴിച്ചോ എന്ന് അമ്മ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട്. മോളെ കഴിച്ചാൽ അമ്മ അത് അറിയുമെന്നും പറഞ്ഞു. പെട്ടെന്ന് അമ്മയുടെ അസുഖം ഭേദാവുകയും ചെയ്യും. എന്നാൽ പൊന്നു വരാമെന്ന് പറഞ്ഞു പൊന്നു ചെല്ലു കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പ്രഭാവതിയോട് അപർണ പറയുകയാണ്, അധിക ദിവസം ഇവളെ ഇവിടെ വെച്ച് പിറപ്പിച്ചാൽ ഈ വീടിൻ്റെ താക്കോൽ അവളുടെ കയ്യിലിരിക്കും. നുണക്കഥകൾ പറഞ്ഞു പൊന്നുവിനെ ആദ്യം തന്നെ അവൾ വീഴ്ത്തിയെന്ന് പറയാം. അപ്പോൾ അവൾ ഏതു മായാമോഹിനി ആണെങ്കിലും
ആ കുഞ്ഞിൻ്റെ വിശപ്പ് മാറ്റി കൊടുക്കാൻ അവൾ മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് അന്നേരം പ്രഭാവതി പറയുക. ആ കുഞ്ഞിനെ അലിവോടെ ഒന്നും നോക്കാനുള്ള മനസ്സ് പോലും കാണിക്കാത്തവളാ വീടിനെ താക്കോലിനെ പറ്റി എന്നും പറഞ്ഞുകൊണ്ട് പ്രഭാവതി അപർണയുടെ വായ അടപ്പിച്ചിട്ട് അവിടെ നിൽക്കുമ്പോൾ നാണം കേട്ട് അപർണ കയറിപ്പോയി. ഈ സമയത്ത് അമൽ അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നു. അപ്പോഴേക്കും അപർണ അങ്ങോട്ടേക്ക് വന്നു. അമ്മ എന്തിനെങ്ങ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അഭി പറഞ്ഞ പ്രകാരം ജാനകി വരുന്നത് വരെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ പൊന്നൂനെ അവൾ നന്നായി നോക്കുന്നുണ്ട് എന്ന് അപർണ പറയുമ്പോൾ ആരുടെ പേര് പറഞ്ഞു വന്നാലും അവൾ ഈ വീട്ടിൽ ഒരു നിമിഷം പോലും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, രാത്രി തന്നെ ഇറക്കി വിടണം, അവൾക്ക് രാത്രിയെന്നോ പകലെന്നോ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ പകൽ കയറി വന്നതല്ലോ, ഇതുവരെ നീ എവിടെയായിരുന്നു എന്ന് അമ്മ അന്നേരം അമലിനോട് ചോദിച്ചു. അമലിന് അപ്പം തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞതാണെന്ന് അപർണ പറയുമ്പോൾ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അമൽ. അല്ലെങ്കിലും അമലിനെ അവളെ ഒന്നും ചെയ്യാനാവില്ല, അവളുടെ ബാഗിലെ തോക്കുണ്ട്, തോക്ക് എടുത്ത് മുട്ടിന് താഴെ അങ്ങ് പൊട്ടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇവൾ ഇങ്ങനെ വരുന്ന ആൾ കളിച്ചപ്പം നീയാണല്ലോടി എല്ലാത്തിനും ചുക്കാൻ പിടിച്ച് ഇവിടം വരെ ആക്കിയത്, എന്നിട്ട് ഇപ്പം എന്തായടിയെന്ന് ചോദിച്ചു. അവളിവിടെ വന്ന് കയറുകയും ചെയ്തു, ആ ചേട്ടൻ മുങ്ങുകയും ചെയ്തല്ലോ, നിന്റെ കേസ് എന്തായാലും വെള്ളത്തിൽ വായില്ലേടി, അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അമൽ നിൽക്കുക. ഇനി എന്തായാലും നാളെ ഒരു തീരുമാനം എടുക്കാം, നീ ഇത് കഴിച്ചിട്ട് അബിയെ വിളിച്ച് കാര്യം പറയാൻ പറഞ്ഞു അമലിനോട് അമ്മ. അപ്പോൾ എന്തിനാ വെറുതെ ഇതും പറഞ്ഞ് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അപ്പോൾ നീ ഇരിക്ക് കഴിക്കാൻ പറഞ്ഞ അമ്മ അപർണ പറയുന്ന ഒന്നും മൈൻഡ് ചെയ്യാതെ അമലിന് ഭക്ഷണം വിളമ്പി കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇവളെ കൈകാര്യം ചെയ്യാൻ മുത്തശ്ശിയെ കൊണ്ടുവരണമെന്ന് പറയുക അന്നേരം നമ്മുടെ അമൽ. ഹണി വന്ന വഴി ഓടുവെന്ന്, ഇനി അതിൻ്റെ ഒരു കുറവും കൂടി ഉള്ളൂ എന്ന് അന്നേരത്തേന് പ്രഭാവതി പറയുക കേട്ടോ. അങ്ങനെ ഒരു ഉളുപ്പും ഇല്ലാണ്ട് വന്നിരുന്ന് ഭക്ഷണം കഴിക്കുക അപർണ. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും ജാനകി വന്ന് അവൾക്ക് പിന്നെ തല സ്വൈര്യം കൊടുക്കില്ലല്ലോ എന്ന് പ്രഭാവതി പറഞ്ഞു. അപ്പോൾ ഹരി ഭക്ഷണം കഴിച്ചിട്ട് പോയോയെന്ന് ചോദിച്ചു, ഹണി ഭക്ഷണം കഴിച്ചിട്ട് പോയോയെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ എന്ത് കഴിക്കുന്നതെന്നൊക്കെ ആർക്കറിയാവുമെന്ന് പ്രഭാവതി പറഞ്ഞു. അപ്പോഴേക്കും ഹണി ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വന്നു, ഇവരുടെ കൂടെ ഇരിക്കുവാണ്. എല്ലാവരെയും നോക്കി ചിരിച്ചൊക്കെ കാണിച്ച് അങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോയെന്നാണ് ഞാൻ കരുതിയത്, നിങ്ങളുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്നൊക്കെ ഇങ്ങനെ ഹണി പറയാം കേട്ടോ. അപ്പോൾ അമലും ഹണിയും അപർണയും പ്രഭാവതിയും കൂടെ ഒരു ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഹണിയെ അമൽ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.